ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മിറർ വർക്കാണ്. അപ്പോൾ ആ വർക്ക് വരുന്നത് ചെസ്റ്റിൻ്റെ ഈ ഒരു പോർഷനിലാണ് കേട്ടോ. ബിഗിനേഴ്സിനാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് നെക്കൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 2.5 ഇഞ്ച് ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ടേപ്പ് വെച്ചിട്ട് ഞാനിവിടെ ഒരു 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് താഴേക്കൊരു 3 ഇഞ്ച്. അപ്പം ഈ വരുന്ന 3 ഇഞ്ചിലാണ് നമ്മുടെ വർക്ക് വരേണ്ടത്. അപ്പോൾ ഇതുണ്ട്, ഈ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് കേട്ടോ വരേണ്ടത്. അത് തന്നെ നമ്മൾ ആം ഹോളിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് ഇതുപോലെ കണക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു 3 ഇഞ്ച് ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ ഡിസൈൻ വരുന്നത് കേട്ടോ. ഇനി ഞാൻ മിറർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റൗണ്ട് മിററാണ് കേട്ടോ. അപ്പോൾ റൗണ്ട് മിറർ നമ്മൾ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നമ്മൾ മിറർ ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് റോ ആണ് കേട്ടോ. ഞാൻ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മിറർ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് റോയിൽ മിറർ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് റോയിൽ 2 മിറർ ഉണ്ടല്ലോ, അതിൻ്റെ നടുക്ക് വരുന്ന പോലെ വേണം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ മിറർ ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. ഈ തേർഡ് റോയിലും ഇതുപോലെ തന്നെ മിറർ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതും ആ ഒരു 2 മിററിൻ്റെ ഇടയ്ക്ക് വരുന്ന പോലെ തന്നെ വേണം മിറർ വയ്ക്കാനായിട്ട്. മിററിലെ ഗ്ലൂ നന്നായിട്ട് ഉണങ്ങിയ ശേഷം വേണം നമ്മൾ അവിടെ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നീഡിൽ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ നീഡിലേക്ക് നമുക്കൊരു 3 ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ ഒന്നിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് താഴേക്ക് നീഡിലൊന്ന് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും നീഡിൽ എടുക്കേണ്ടത് ഇവിടുന്ന് വേണം കേട്ടോ നീഡിലെടുക്കാനായിട്ട്. എന്നിട്ട് ആ 2 ഷുഗർ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇതുപോലെ കടത്തിയെടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 2 ഷുഗർ ബീഡ് തന്നെ എടുക്കുക. അങ്ങനെ വേണം നമ്മൾ ഈ മിററിന് ചുറ്റുമായിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന നീഡിലാണെങ്കിൽ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ബീഡ്സ് വെക്കുകയാണെങ്കിൽ ബീഡ്സ് ഇളകി പോകില്ല കേട്ടോ. കാരണം ഓരോ ബീഡിൻ്റെ ഉള്ളിലൂടെ 2 തവണ വെച്ചിട്ട് ത്രെഡ് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പായിരിക്കും. ഇനി സെക്കൻഡ് റോയിൽ നമ്മൾ ഒരു ചെറിയ ഫ്ലവർ പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നീഡിൽ ഇതുപോലെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു ചെറിയ ഷുഗർ ബീഡ് ഉണ്ടല്ലോ, ഗോൾഡൻ കളറുള്ള, അത് ഞാൻ നടുക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം തൊട്ടടുത്ത പോയിന്റിൽ നിന്ന് ഇതുപോലെ നീഡിലെടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 കട്ട് ബീഡ് എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാകുന്ന പോലെ നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യമത്തെ വെച്ചു. ഇനി തൊട്ടടുത്ത് ഇവിടെ നിന്ന് വീണ്ടും നീഡിലെടുത്തിട്ട് അവിടെയും 2 കട്ട് ബീഡ് എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ സെക്കൻഡ് റോയിൽ ഒരു ചെറിയ 5 പെറ്റലുള്ള ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് റോയിലും തേർഡ് റോയിലും ഒരു ചെറിയൊരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് നടുക്കൊരു റൗണ്ട് ബീഡില്ലേ, ഗോൾഡൻ റൗണ്ട് ബീഡ്, അതൊന്ന് നടുക്ക് വെച്ച് കൊടുക്കാം.
ഇനി ആ റൗണ്ട് ബീഡിന് ചുറ്റും നമുക്കൊരു 6 കട്ട് ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇതുപോലെ കടത്തിയിട്ട് അത് വലിച്ചു കഴിയുമ്പോൾ ആ റൗണ്ട് ബീഡിന് ചുറ്റുമായിട്ട് കട്ട് ബീഡ്സ് വന്നോളും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ലോക്കും കൂടെ ചെയ്ത് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ ബീഡ് വർക്കൊക്കെ നമ്മൾ ചെയ്യുമ്പം ഓരോ ബീഡ് വർക്കിന് ശേഷവും അത് ഒന്ന് കെട്ടിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് വീണ്ടും രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാതിരിക്കും കേട്ടോ എപ്പോഴും വർക്കിൽ പെർഫെക്ഷൻ വരിക. അല്ലെങ്കിൽ മിക്ക മെറ്റീരിയൽസും സീ ത്രൂ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൂല് വലിക്കുമ്പം ആ നൂലൊക്കെ വിസിബിളായിട്ട് വരും. അതൊരു അഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്ഷൻ ആയിരിക്കും കേട്ടോ നമ്മുടെ വർക്കിന്. ഇനി നമ്മൾ സ്പേസ് വന്ന ഏരിയയിലെല്ലാം സ്കാറ്റർ ചെയ്ത് കട്ട് ബീഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരോ കട്ട് ബീഡ്സ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ലോക്കും കൂടെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം ഈ ബീഡ്സ് ഇളകി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.